പിന്നെ ഈ സെക്സ് എന്ന് കേൾക്കുമ്പോൾ പൊതുവെ എല്ലാവരും മുഖം ചുളിക്കും. ഇതെന്തോ ചെയ്യാം പക്ഷെ പറയാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് പലരും. ഈ നമ്മൾ ഈ വാർത്തയൊക്കെ ചെയ്യുമ്പോൾ പലരും പറയുന്നത് കമ്പിക്കഥകൾ, ഇത് വേറെ വാർത്തയൊന്നും നിങ്ങൾക്കില്ലേ, തുണ്ട്, ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് എന്നുള്ളത് പല വാർത്തകളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും. ഇതൊക്കെ കൃത്യമായി അറിയാത്തതിന്റെ കുറെ ദൂഷ്യവശങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇപ്പോ ഇത് തന്നെ ഒരു എന്താ പഠന വിധേയമൊക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. ഈ സ്ത്രീകളിൽ ഉണ്ടാകുന്ന രതിമൂർച്ചയെ കുറിച്ച് ഇപ്പോ വളരെ ചർച്ച. കാരണം ഈ സ്ത്രീകളുടെ ഈ രതിമൂർച്ചയെ കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാത്തതാണ് പല ബന്ധങ്ങളും തകരാനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെ കുറിച്ച് ഇപ്പോ ഒരു പഠനം തന്നെ പുറത്തു വന്നിട്ടുണ്ടല്ലോ, എന്താണത്? തീർച്ചയായും. ഇപ്പം നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറി. ഇപ്പോൾ ഉള്ള ന്യൂജൻ അവർക്കൊക്കെ ഇപ്പം ഇത്തരത്തിലുള്ള സംഭവം പീരീഡ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതൊക്കെ നമുക്ക് അറിയുക പോലും ഇല്ല. അങ്ങനെ ഉള്ള അതിൽ നിന്ന് മാറ്റം വന്നു. ഇപ്പം എല്ലാവരും അത് തുറന്നു പറയാനുള്ള ഇതായി. നമുക്കറിയാം ഇപ്പം നമ്മൾ പല ചാനലുകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പെൺകുട്ടികൾ വന്ന് നമുക്ക് ഇന്ന് വരാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ വാങ്ങുന്ന കാര്യം വരെ പറയുന്നുണ്ട്, സുഹൃത്തുക്കളടുത്ത് പറഞ്ഞിട്ട് പീരീഡ്സ് ആണെന്ന് ബാഡ് വാങ്ങി തരുന്ന ലെവലിലേക്ക് എത്തി. ഇതൊന്നും ഒന്നും അല്ല എന്നുള്ള അല്ലെ, ആ ലെവലിലേക്ക് വരെ നമ്മൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇതെന്തോ വലിയ ഇതായിരുന്നു എന്ന് പറഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു ഇതായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ. ഇപ്പോഴാണ് അതിനൊക്കെ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ ശരിക്കും അറിയേണ്ടത് തന്നെയാണ്. കുട്ടികൾ ഒരു 8ാം ക്ലാസ് മുതലെങ്കിലും ഇത്തരം കാര്യങ്ങൾ അറിയണം. സ്വാഭാവികമായും ഇത്തരത്തിൽ പഴയ കാലഘട്ടത്തിൽ ഈ രതിമൂർച്ച എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുണ്ടായ ശേഷവും ഇത്തരത്തിൽ അവർക്ക് യഥാർത്ഥ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത പല ദമ്പതികളും ഉണ്ടെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ട്. ഈ രതിമൂർച്ച എന്ന് പറയുന്നത് സ്വാഭാവികമായും ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതിന് ശേഷം, അതായത് ശമൻ പുറത്തു പോയതിന് ശേഷം പുറത്തു പോകുന്ന ആ സമയത്തുണ്ടാകുന്നതാണ് ഒരു രതിമൂർച്ച എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നൊരു സംഭവം. പക്ഷേ ആനന്ദം ജനിപ്പിക്കുന്നൊരു സംഭവം. പക്ഷേ സ്ത്രീകളിൽ അത് പലതവണ സംഭവിക്കാം എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും അത് മാനസികം ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇപ്പോൾ ദമ്പതികളാണെങ്കിൽ പോലും അവർ മാനസികമായിട്ട് ഇപ്പോൾ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് രാത്രി ഇത്തരം സെക്സിലേക്ക് ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായും അതിനുള്ള ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ മനസ്സും കൂടി ചേർന്ന് വേണം ഈ ഒരു ശരീരവും ഇക്കാര്യത്തിൽ വരേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ രതിമൂർച്ച സ്വാഭാവികമായി ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും ആസ്വദിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്ത്രീ സെക്സിന് വളരെ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ലൈംഗിക ബന്ധം അവൾക്ക് ആനന്ദം നൽകുന്നുണ്ടെന്നും അതിൽ നിന്ന് അവൾക്ക് തൃപ്തി കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കാം. അതായത് സ്ത്രീ തന്നെ മുൻകൈ എടുത്ത് ഭർത്താവിനോട് ഇത്തരത്തിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഈ രതിമൂർച്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ രതിമൂർച്ച അനുഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. മറിച്ചാണെങ്കിൽ അതിൽ നിന്ന് അവൾക്ക് സുഖം ലഭിക്കുന്നില്ല എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. ഇങ്ങനെ സുഖം ലഭിക്കാതെയായാൽ പല സ്ത്രീകളും ഒരു ഭാര്യയുടെ കടമ എന്ന രീതിയിൽ തന്നെ അത് സഹിച്ച് ഇതിനു വേണ്ടി സന്നദ്ധയാകും. പക്ഷേ അവർക്ക് യാതൊരു വിധത്തിലുള്ള രതിമൂർച്ച അല്ലെങ്കിൽ ഇത് സംഭവിക്കില്ല എന്നാണ് മനസ്സിലാകുന്നത്. ക്രമേണ ഇതിന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ താല്പര്യക്കുറവ് വളർന്ന് ഒരുതരം അറപ്പും വെറുപ്പുമായി തോന്നും. അതായത് താല്പര്യമില്ലാതായി പിന്നീട് ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു. അതിനുശേഷം പിന്നെ അത് പൂർണ്ണമായിട്ടും ഇവർക്ക് ഈ പെൺകുട്ടിക്ക് അത് താല്പര്യമില്ലാതായി മാറുകയും ഭർത്താവ് അടുത്ത് വരുമ്പോൾ തന്നെ ഇത് ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാരണം ഉണ്ടാക്കി മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ സ്ത്രീകളുടെ രതിമൂർച്ച അറിയാൻ സഹായിക്കുന്ന ചില അടയാളങ്ങൾ, അതായത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ശ്വാസഗതി വർദ്ധിക്കുന്നു, നെഞ്ചിടിപ്പ് വർദ്ധിക്കുന്നു, പങ്കാളിയെ മുറുകെ പുണരാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ. അപ്പോൾ അതിൽ നിന്നുള്ള പല ലക്ഷണങ്ങളിൽ നിന്നാണ് രതിമൂർച്ചയെക്കുറിച്ച് സൂചന ലഭിക്കുന്നത്. എങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയിൽ നിന്നത് മനസ്സിലാക്കാനുള്ള യഥാർത്ഥ വഴി എന്ന് പറയുന്നത് അത് അവരോട് തന്നെ ചോദിച്ചറിയുക എന്നുള്ളതാണ്. അതനുസരിച്ച് ഇത് ലൈംഗിക ബന്ധം ദീർഘിപ്പിക്കാനും ഒക്കെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം കഴിയും. അപ്പോൾ ഭാര്യയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞ് പെരുമാറണം. ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങളിലൂടെയാണ് കൂടുതൽ ഉത്തേജനം ലഭിക്കുന്നതെന്ന് തിരിച്ചറിയണം. അവർക്കും ഇത്തരത്തിലുള്ള ഒരു റിലീഫ് അനുഭൂതി കിട്ടണം എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് ഒരു എൻജോയ്മെൻറ്റോടുകൂടി പോകാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പലപ്പോഴും ഈ സ്ത്രീ ശരീരം എന്ന് പറയുന്നത് കടൽ പോലെയും പുരുഷന്മാരുടെ ശരീരം കര പോലെയുമാണ്. കര പെട്ടെന്ന് ചൂടാവുകയും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും. കടൽ എന്ന് പറഞ്ഞാൽ പതുക്കെ ചൂടാവും, പതുക്കെ തണുക്കുകയുള്ളൂ. അപ്പോൾ അത് ആണ് ഇപ്പോൾ നമ്മൾ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അത് പറയുന്നുണ്ട്. സുരാജ് വെഞ്ഞാറമൂടിനോട് നിമിഷ സജയൻ തുറന്നു തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഫോർ പ്ലേ എന്ന് പറയുന്ന ഇത് സെക്സിന് മുമ്പ് ചെയ്യേണ്ട
കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പലപ്പോഴും പുരുഷന്മാർ ചെയ്യുന്നത് ഒറ്റയടിക്ക് വന്ന് സെക്സിൽ ഏർപ്പെടുന്നു, അവരുടെ കാര്യം കഴിയുമ്പോൾ പോകുന്നു. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സെക്സ് കഴിഞ്ഞതിന് ശേഷവും കുറേ സമയം അവരുടെ ഒരു സാന്നിധ്യം, അവരോടൊപ്പം ചേർന്ന് കിടക്കുക, അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗത്തിൽ തീർക്കുക, പോവുക എന്നുള്ളൊരിതാണ്. പക്ഷേ ഇത് പരസ്പരം മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് ഓരോ വ്യത്യസ്തത ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഇതിനകത്ത് നമ്മൾ പല തരത്തിലും ഒരുപാട് കണ്ണികളുണ്ട്. പഴയ ഒരു സംസ്കാരം, പഴയ വീടുകളിൽ താമസിച്ച പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ബന്ധനങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ ഇതെന്തോ ഒരു തെറ്റാണ് എന്ന രീതിയിലൊക്കെയുള്ള ചില സംസാരിക്കുന്നത് തന്നെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട് ഇപ്പോഴും. തീർച്ചയായും രാത്രി ഒളിച്ചു പോയി കാണുകയും ചെയ്യും. അതെ അതെ. അപ്പൊ അതുകൊണ്ട് ഇതിലൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഇത് കാണിക്കേണ്ട എന്നാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. കാരണം ഇത്തരം കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുക. ഇപ്പൊ വീട്ടിലാണെങ്കിലും കുട്ടികളോടും ഈ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. കാരണം ചതിക്കുഴികൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം കുട്ടികൾ പലപ്പോഴും ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഒക്കെ പിള്ളേർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ അത് വലിയ പണ്ട് നമ്മുടെയൊക്കെ വീട്ടിൽ എന്റെ അമ്മയൊക്കെ അത് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്നല്ല, ആ സമയത്തുള്ള ഒരു ഇതുണ്ടല്ലോ, ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഇങ്ങനെ ഉണ്ടാവും, അത് ആ രീതിയിൽ വേണം അതിനെ, അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും നമ്മൾ അടുത്ത് വന്ന് നിന്നാൽ നമ്മളോടത് പറയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരും. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജെൻ പിള്ളേരെന്ന് പറയുന്ന അവർക്ക് അവരുടെ വിരൽത്തുമ്പിലാണ് എല്ലാ കാര്യവും ഉണ്ട് എന്ന് കരുതി അവർക്ക് എല്ലാം അറിയാം എന്നുള്ളതാണ് അവരുടെ ചിന്ത. അതല്ല, ഇതിനെ കുറിച്ച് ഇത് അച്ഛനമ്മമാർക്ക് പറയാൻ നാണക്കേടാണ്, ഇതെന്തോ വൃത്തികെട്ട കാര്യമാണ്. അപ്പൊ ഇത് വൃത്തികെട്ട കാര്യമെന്ന് വിചാരിച്ച് ഇത് മോശപ്പെട്ട കാര്യമാണെന്ന് വിചാരിക്കുമ്പോൾ പിള്ളേരുടെ മനസ്സിലെന്താ അതെന്താണ് എന്ന് അറിയാനുള്ള ഒരു ത്വര കൂടും. സ്വാഭാവികമായിട്ട് അത് അറിഞ്ഞു കഴിയുമ്പോൾ അതൊന്ന് പ്രാവർത്തികമാക്കാനുള്ള ത്വര കൂടും. അതല്ല, ഇതിന്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സെക്സ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട കാര്യമൊന്നുമല്ല. അത് പിന്നെ അതിൻ്റെതായ രീതിയിൽ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ തന്നെ നെറ്റ് വിളിച്ച് പോകുന്നവന്മാരൊക്കെ ഏറ്റവും വലിയ ബലാത്സംഗ വീരന്മാരായിരിക്കും. കാരണം നാളുകൾ മുമ്പ് ഭയങ്കര മാന്യതയുടെ മുഖംമൂടി അണിഞ്ഞിട്ട് പിന്നെ കണ്ണ് തെറ്റുമ്പോമാരൊക്കെ ഈ വൃത്തികേടുകൾ കാണിക്കും. ഇപ്പൊ നമ്മൾ ഈ വാർത്ത ചെയ്തത് തന്നെ ഇതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ ഭയങ്കര മോശപ്പെട്ടതായിരിക്കും. അതില് ഒരു 10 കമന്റ് ഇടുന്നവന്മാരും വേറെ വൃത്തികെട്ടന്മാരായിരിക്കും. പക്ഷെ ആളുകളുടെ മുമ്പ് ഞാൻ എന്തോ സംഭവമാണെന്നൊക്കെ കാണിക്കാനായിട്ട് ചെയ്യും. ഈ ആളുകളുടെ മുമ്പിലാണല്ലോ ഇവരുടെ മുഖംമൂടി അഴിയാത്തത്. അപ്പൊ ഇപ്പൊ ഈ കൃത്യമായിട്ട് ഇത് പറയാത്തതിന്റെ കാര്യങ്ങളാണ് ഈ അച്ഛന്മാര് മക്കളെ ബലാത്സംഗം ചെയ്യുന്നത്, പിന്നെ സഹോദരൻ സഹോദരിയെ ചെയ്യുന്ന, അമ്മയുടെ കാമുകൻ സ്വന്തം മകളെ ബലാത്സംഗം കുഞ്ഞു കുട്ടികളെ പോലും ശവശരീരത്തെ പോലും ബലാത്സംഗം ചെയ്യുന്ന ആളുകൾ എന്നുള്ളത് ഭീകരമായ അവസ്ഥ. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇവരുടെ വിചാരം ഒരു നിമിഷത്തെ സുഖമാണ് ഈ സെക്സ് എന്ന് പറയുന്നത്. ആരെ കിട്ടിയാലും എങ്ങനെ, ഇപ്പൊ 65-70 വയസ്സായ അമ്മുമ്മമാര് ഇവരെയൊക്കെ മദ്യപിച്ചുകൊണ്ട് വന്ന് പീഡിപ്പിക്കുന്നു. അല്ലെ, അത്തരം അവസ്ഥയിലേക്ക് ഇതങ്ങ് ഇപ്പൊ എവിടെ നോക്കിയാൽ ഇത് തന്നെയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അങ്ങ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഈ നമ്മുടെയൊക്കെ കാലത്ത്, കുട്ടിക്കാലത്ത് നമുക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ നേടാനൊന്നും ഉള്ള സാധ്യതകളില്ല. സിനിമ നമ്മളൊക്കെ പിന്നീട് ഈ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം കുറെയൊക്കെ ഞാനൊക്കെ കുറെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ ഒരു പ്രധാന പ്രശ്നം ഇപ്പൊ ഈ മൊബൈൽ തന്നെ, ഇപ്പം ഈ കൊറോണയുടെ ലോക്ക്ഡൌൺ സമയത്താണ് കുട്ടികൾക്ക് ഉൾപ്പെടെ മൊബൈൽ ഉപയോഗിക്കാനുള്ള ഒരു പരിശീലനം കിട്ടിയത്. അത് പക്ഷേ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. ഈ ഇത്തരത്തിലുള്ള സൈറ്റുകളിലേക്ക് കയറുകയും ഇത്തരം മോശം വീഡിയോകൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരിലുണ്ടാക്കുന്ന മറ്റൊരു ഇതാണ്, പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ, അവർക്കിത് അറിയാതെ ചെന്ന് അതിലേക്ക് പെട്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും പ്രഗ്നന്റ് ആവുന്നതൊക്കെ സ്കൂളുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ശരിയായ അവബോധം ഇക്കാര്യത്തിൽ ലഭിക്കണം, അതിൻ്റെ ഒരു പക്വത. കാരണം നമ്മൾ കാലത്ത് ഒരു 20 വയസ്സിൽ ലഭിക്കേണ്ട അറിവുകൾ ഇപ്പോഴത്തെ 12-13 വയസ്സുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. അത് ശരിയായ രീതിയിൽ അവരുടെ സ്വഭാവ രൂപീകരണത്തോടു കൂടി മുന്നോട്ട് പോകാം, ചതിക്കുഴികളിൽ പെടാതെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത്. അത് രീതിയിൽ കാണുക.